വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേക ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ച ദൈവത്തിന് നമ്മൾ ചിന്തിക്കുന്ന വചനം. നീ അനേക ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല എന്നുള്ളതാണ്. പ്രൈസറോ, എന്താണ് ഈ ദൈവവചനത്തിന്റെ ചിന്ത എന്നൊക്കെ പറയുന്നത്? നമുക്കറിയാം, ആവർത്തന പുസ്തകം 15-ാം അധ്യായം എന്ന് പറയുന്നത് വിമോചന വർഷമായിട്ട് ആചരിക്കുക എന്നുള്ളതാണ്. ഏഴ് ആണ്ട് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം. വിമോചനത്തിന്റെ ക്രമം എന്തെന്നാൽ കൂട്ടുകാരന് വായ്പ കൊടുത്തവനെല്ലാം അത് ഇളച്ചു കൊടുക്കണം. യഹോവയുടെ വിമോചനം പ്രസിദ്ധമാക്കിയത് കൊണ്ട് നീ കൂട്ടുകാരനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത്. അന്യജാതിക്കാരനോട് നിനക്ക് മുട്ടിച്ചു പിരിക്കാം, എന്നാൽ നിന്റെ സഹോദരൻ തരുവാനുള്ളത് നീ ഇളച്ചു കൊടുക്കണം. ദരിദ്രൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയില്ല താനും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കൈവശമാക്കുവാൻ തരുന്ന ദേശത്ത് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന ശക്തമായ ഒരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിൽ ഇങ്ങനെ പറയുകയാണ്, നീ അനേക ജാതികളെ ഭരിക്കുക, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ലെന്ന്. ഹല്ലേലൂയ. അപ്പൊ 7 വർഷം കൂടുമ്പോൾ ഒരു വിമോചന സംവത്സരം ആചരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചതാണത്. പ്രൈസ്. ഈ വിമോചന വർഷത്തിൽ കടം കൊടുത്തവനെല്ലാം ഇളച്ചു കൊടുക്കണം. അതുകൊണ്ട് വിമോചന വർഷം അടുത്തു വരുന്ന സമയം ദരിദ്രർക്ക് വായ്പ കൊടുക്കാൻ പലരും മടിച്ചിരുന്നു. പ്രൈസലോ. ആ പ്രകൃതിയെ ദൈവം കഠിനമായി ശാസിക്കുകയാണ്. ദരിദ്ര ദേശത്ത് അറ്റുപോകുകയില്ല. അതിനാൽ അവരെ സഹായിച്ചത് മുഖാന്തരം ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം അവരെ ഉപദേശിക്കുന്നു എന്നാണ് ചരിത്രഭാഗം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു എന്ന് മാത്രം. നാം ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, നീ അനേക ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല എന്നുള്ളതാണ്. ഈ വചനം നമ്മളുമായിട്ടുള്ള ബന്ധമാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ചിലർക്ക് തങ്ങളെ തന്നെ ഭരിക്കാൻ കഴിയത്തില്ല. അപ്പൊ എനിക്ക് എന്നെ സ്വയം ഭരിക്കുവാൻ കഴിയണം. എന്നെ ഞാൻ സ്വയമായിട്ട് ഭരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവിക അച്ചടക്കത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ദൈവിക അച്ചടക്കം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു അനുസരണമാണ്. അപ്പൊ അത് എന്നിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്നെ സ്വയമായി ഭരിക്കണം, മറ്റൊരാളല്ല, ഞാൻ എന്നെ സ്വയം ഭരിക്കണം. എന്നാൽ അനേർക്കുന്നത് സ്വയമായി ഭരിക്കാൻ അറിയത്തില്ല. ഇതിനാൽ അവർ സാത്താന്യ ശക്തിയാൽ നിറയപ്പെടുകയാണ്. സ്വയം നിയന്ത്രിക്കാൻ അറിയാത്തതുകൊണ്ട് സാത്താന്യ ശക്തി നിറയപ്പെടുക. അവർ അനേക മോഹങ്ങൾക്ക് അടിമയായിത്തീരുന്നു, പ്രലോഭനങ്ങൾക്ക് അടിമയായിത്തീരുന്നു. ഹല്ലേലൂയ. അവരുടെ ആത്മീയ പ്രയാണത്തിന് അവർ തന്നെ തടസ്സമാകുക. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങളുടെ ആത്മീയ പ്രയാണത്തിന്, ഈ ഭൂമിയിലെ പരദേശ പ്രയാണത്തിൽ നിങ്ങളുടെ ആത്മീയ തടസ്സമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന മോഹങ്ങളും പ്രലോഭനങ്ങളെയും സാത്താൻ നിന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോൾ അതിന് നീ അടിയറ വെച്ച് പോകാതെ നിന്നെ തന്നെ നിനക്ക് ഭരിക്കുവാൻ കഴിയണം. നിന്നെ തന്നെ നീ ഭരിക്കുമ്പോഴാണ് നിനക്ക് ഈ ലോകത്തെ ജയിപ്പാൻ കഴിയുന്നത്. ലോകത്തിന്റെ മുമ്പിൽ നീ ഒരു താളടിയായി മാറരുത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് മാറ്റിയിട്ട് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മളെ ഒരുക്കിയെടുക്കണം. നമുക്ക് തടസ്സമായി നിൽക്കുന്നില്ല, മറ്റു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മെ തന്നെ ഭരിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവരെയും നമുക്ക് ഭരിക്കാൻ കഴിയുമ്പോൾ ഒരു വിശുദ്ധന് മാത്രമേ മറ്റുള്ളവരെ ഭരിക്കാൻ പറ്റത്തുള്ളൂ. പാപത്തിന്റെ ഏതെങ്കിലും ചെറിയ വിത്തുകളെങ്കിലും, പാപത്തിന്റെ ഏതെങ്കിലും ചെറിയ അനുഭവങ്ങളെങ്കിലും നമ്മുടെ മനസ്സിന് ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മറ്റൊരാളെ ഭരിക്കാൻ കഴിയത്തില്ല. നാം മറ്റൊരാളെ ഭരിക്കണമെങ്കിൽ നാം പൂർണ്ണ വിശുദ്ധനായിരിക്കണം. ദൈവത്തോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തിയിരിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനും ഭരണം നൽകിയിരുന്നു.
മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യന് എല്ലാവിധ ഭരണവും നൽകി. പക്ഷെ അത് മനുഷ്യനായിട്ട് തന്നെ തകർത്ത് കളഞ്ഞു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് വായിച്ച് കേൾപ്പിക്കുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. അല്ലേ? അപ്പൊ സകലത്തെ അടക്കി വാഴുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നാണ് ആദമേ ഔവയും ദൈവം സൃഷ്ടിച്ച് ഏദൻ പർദീസിലാക്കിയത്. എന്നാൽ ഏദൻ പർദീസിൽ സകലത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ആദമിനും ഔവയ്ക്കും സംഭവിച്ചത് എന്താണ്? ഔവ പ്രലോഭനത്തിൽ, മോഹങ്ങളിൽ, വശീകരണത്തിൽ സാത്താന്റെ പിടിയിൽ അമർന്ന് ഔവയ്ക്ക് തന്നെ ഭരിക്കുക കഴിയാതെ അവൾ ലോക ഇമ്പങ്ങൾക്ക് സാത്താന്റെ വാക്കിന് ഇടം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ദൈവം കൊടുത്ത അവളുടെ മേലുള്ള അധികാരം, ദൈവം അവർക്ക് സകലത്തെ മുഴുവൻ കൊടുത്ത അധികാരം നഷ്ടപ്പെട്ടു സാത്താൻ അടിയറവിച്ചു. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാ സഹോദരൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമുണ്ട്. അതൊരിക്കലും നമ്മൾ സാത്താൻ അടിയറ വെക്കരുത്. പിശാച് നമ്മുടെ മേൽ ഒരിക്കലും വാഴരുത്. അവൻ നമ്മുടെ മേൽ വാഴാൻ അനുവദിക്കരുത്. പിശാച് നമ്മുടെ മേൽ വാഴുവാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ അവൻ നമ്മുടെ മേൽ കയറിയിരുന്ന് അവൻ കൂടുകൂട്ടും. അല്ലേ? അതുകൊണ്ട് ഞാനും നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മയും ഭരിക്കണം. നാം വിശുദ്ധ പദവിയിൽ നിന്നുകൊണ്ട് നാം മറ്റുള്ളവരെയും ഭരിക്കാൻ കഴിയണം. ചില സഭയിലെ ദൈവദാസന്മാർക്ക് സഭയിലെ വിശ്വാസികളെ ഭരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇടയന്മാർക്ക്. അത് ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ നോക്കിയാലും മറ്റ് സമുദായങ്ങളെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. സഭയുടെ ഉന്നത അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനത്തെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിത വർഗം, അത് ഹിന്ദു ആകട്ടെ, ഇസ്ലാം ആകട്ടെ, ക്രൈസ്തവനാകട്ടെ, പെന്തക്കോസ് ആകട്ടെ, അവരുടെ ഇടയന്മാർക്ക് അവരുടെ ഈ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസികളെ ഭരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വയം അവരെ ഭരിക്കാൻ കഴിയാതെ അവരുടെ ഹൃദയം അവരെ കുറ്റം വിധിക്കുന്ന പാപത്തിൽ, പ്രലോഭനത്തിൽ വീണത് കൊണ്ട് അവർക്ക് അവരെ ഭരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ അവരെ അനുസരിക്കുന്നില്ല. അതല്ലേ ഒരു കാരണം. എന്നാൽ നാം പാപത്തിൽ വീഴാതെ, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക്, പ്രലോഭനത്തിന്, സാത്താന്റെ ഇഷ്ടത്തിന് വീഴാതെ നാം നമ്മെ തന്നെ വിശുദ്ധിക്ക് വേണ്ടി എല്ലാ ദിവസവും ഭരിക്കണം. വിശുദ്ധിക്ക് വേണ്ടി നിയന്ത്രിച്ച് നാം കർത്താവോട് വിശ്വസ്തത പുലർത്തുമ്പോൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന സകല ജനത്തെ ഭരിക്കുവാൻ നമുക്ക് കഴിയും. ദൈവമക്കൾ ദൈവസഭയ്ക്കകത്താണ് ഭരിക്കേണ്ടത് കേട്ടോ. ദൈവമക്കൾ ദൈവസഭയ്ക്കകത്ത് വേണം ഭരിക്കാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ശുശ്രൂഷകർ ദർശനം നഷ്ടപ്പെട്ട് ഒരു കൂട്ടം ശുശ്രൂഷ ഇറങ്ങിയിട്ടുണ്ട്. ദർശനം നഷ്ടപ്പെട്ട്, വിളി നഷ്ടപ്പെട്ട്, ദൈവമാരെന്ന് അറിയാൻ കഴിയാതെ പണത്തിന്റെ ഹുങ്കാരം, പണത്തിന്റെ പ്രതാപവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ പണം വാരിക്കൂരി വരാൻ തുടങ്ങി. അവിടുന്ന് ഇവിടുന്ന് എല്ലാം വിദേശ രാജ്യങ്ങൾക്കും മാസം തോറും ഇഷ്ടംപോലെ കൈ നിറച്ച് വരാൻ തുടങ്ങി. അവർ ഇഷ്ടംപോലെ സുഖലോലുപ ജീവിതം നയിച്ച്, വലിയ ആഡംബര ജീവിതം നയിച്ച്, ആഡംബര കാറിൽ വലിയ വലിയ സൗദങ്ങളൊക്കെ താമസിച്ച് അവ ഒന്നിനും മുട്ടില്ലാതെ ജീവിക്കുന്നു. അവർക്കെല്ലാ മാസം കൃത്യം വരവുണ്ട്. അവരെല്ലാം ഇപ്പൊ എന്ത് ചെയ്തു? ദർശനം നഷ്ടപ്പെട്ടിട്ട് അവരിപ്പം ദൈവസഭയുടെ സ്വയം അവരെ ഭരിക്കുന്നതിനും ദൈവസഭയെ ഭരിക്കുന്നതും മാറ്റിവെച്ചിട്ട് ഇപ്പൊ നിയമസഭയിലേക്ക് ഭരിക്കാൻ വരിക. നിയമസഭയിലേക്ക് ഭരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വേറെപ്പെട്ട ദൈവമക്കൾ പറയട്ടെ, നീ നിയമസഭയെ ഭരിക്കാൻ പോകണ്ട. നീ പുതിയ നിയമസഭയുടെ അനുകാരിയായി നിന്നാ മതി കേട്ടോ. നിയമസഭയെ ഭരിക്കാൻ പോകുന്നൊരു പോട്ട് അവർ അവിടെ ചെന്ന് ഭരിക്കട്ടെ. അത് ദൈവവിളി നഷ്ടപ്പെട്ടവരാണ്, ദർശനം നഷ്ടപ്പെട്ടവരാണ്. അല്ലേ? അതുകൊണ്ട് വേർപെട്ട കൂട്ടം എന്ന് പറയുന്നത് പിതാക്കന്മാരാൽ നമുക്ക് നൽകി തന്ന, പിതാക്കന്മാരാൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന, അവർ മാതൃകയായി തീർന്ന അന്തിമസഭ അപ്പോസ്തലന്മാർ മാതൃകയായി തീർന്ന ആ ഇടയ കൂട്ടമുണ്ടല്ലോ, വേർപെട്ട കൂട്ടം, അവർ ലോകത്തിൽ നിയമസഭയെ ഭരിക്കാൻ പോകണ്ട. അവർ ദൈവസഭയെ ഭരിച്ചാൽ മതി. അതുകൊണ്ട് ചിലരുടെയൊക്കെ വാക്കിന് മുമ്പിൽ, പ്രലോഭനത്തിന് മുമ്പിൽ നീ വീഴരുത്. ചിലരൊക്കെ അങ്ങോട്ട് പറഞ്ഞ ഏസം ഊവെന്നും അതങ്ങനെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ നീ അതിനല്ലൊരിയ പറയരുത് കേട്ടോ. ഇനി സ്വതന്ത്രം പറയരുത്. അല്ലെങ്കിൽ കാര്യത്തിന്റെ ഗൗരവങ്ങളെ മാറ്റി പഠിച്ചിട്ട് വേണം. പുതിയ നിയമസഭ ലോകത്തിലല്ല ഭരിക്കേണ്ടത്, ദൈവസഭയ്ക്കകത്താണ്. അല്ലേ? അതിനാദ്യം നമ്മളെ തന്നെ ഭരിക്കണം. അല്ലേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതല്ലേ, ഇവിടെ നിങ്ങളെ തന്നെ ഭരിക്കണം. ആദമിനും ഹവ്വയ്ക്കും തങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടു. ഈ ഭരണം നടത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. ആദമിനും ഹവ്വയ്ക്കും കൊടുത്ത ദൈവിക ഭരണം, ഏദനെ അടക്കി അല്ലെ ഭൂമി അടക്കി വാഴുവാൻ കൊടുത്ത ഭരണം അവർ സാത്താൻ വിറ്റ് കളഞ്ഞു.
സാത്താൻ പിശാചിന് വിറ്റ് കളഞ്ഞു. ഇന്ന് പലരും തങ്ങളെ അധികാരം സാത്താന് വിറ്റ് കളഞ്ഞിട്ട് ഇപ്പൊ അധികാരത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ആദവും ഹവ്വയും എന്ത് ചെയ്തു? സാത്താൻ അടിമയായി മാറിയതുപോലെ നിങ്ങൾ പിശാചിന് അടിമയായി മാറരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഗലാത്യ ലേഖനം അല്ലെ എഫെസ് ലേഖനമൊക്കെ വായിച്ചപ്പോൾ എഫെസ് ലേഖനം 4:26 താഴോട്ട് വായിച്ചു പിശാചിന് ഇടം കൊടുക്കരുത് നമ്മൾ വായിച്ചിരുന്നു. അത് നീ പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ഹൗവ തന്റെ ജീവിതത്തിനകത്ത് തന്നെ ഭരിക്കേണ്ടത് ആദമാണ്. ഹൗവയെ ഭരിക്കേണ്ടത് ആരാണ്? തന്റെ ഭർത്താവ് എന്നുള്ളതിലേക്ക് ആദമാണ്. ആദമിനെ ഹൗവയും ഭരിക്കേണ്ടത് ആരാണ്? യഹോവയായ ദൈവമാണ്. പക്ഷെ യഹോവയായ ദൈവത്തിന്റെ ഭരണത്തിൽ നിന്നും മാറി ആദം ഹൗവയെ ഭരിക്കേണ്ട ആ അനുഭവത്തിൽ നിന്ന് മാറി ഹൗവ തന്റെ ഇഷ്ടപ്രകാരം സ്വയം ഒരു തീരുമാനം തെരഞ്ഞെടുത്തത് കൊണ്ട് അവളുടെ മേലുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടു. അവൾ സാത്താന്റെ അടിമയായി മാറി. ഡെയിലി ഇന്ന് ഒത്തിരി പേര് അങ്ങനെ ഉണ്ട് കേട്ടോ. സാത്താന്റെ അടിമകളാ. അവരാരാണെന്ന് അറിയത്തില്ല. ദൈവസഭയ്ക്കകത്ത് ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അല്ലേരിയ നമുക്കത് കണ്ടാൽ വിവേചിച്ചറിയാൻ കഴിയണം ആരാണ് സാത്താന്റെ അടിമ എന്നുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വഭാവം നിന്നെ വിളിച്ച വിളിയെ കുറിച്ച് നിനക്ക് ഒരു ബോധ്യമുണ്ടാണ്. പത്രോസ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് അധികം ഉറപ്പാക്കി നീ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ? വിശ്വാസത്തിൽ നീ ഉണ്ടോ? വിശുദ്ധി ജീവിക്കുന്നുണ്ടോ? ദൈവവചനം അനുസരിക്കുന്നുണ്ടോ? പ്രമാണത്തിൽ നിൽക്കുന്നുണ്ടോ? നിനക്ക് നിന്നെ ഭരിക്കാൻ കഴിയുന്നുണ്ടോ? നീ മറ്റുള്ളവരെ ഭരിക്കാൻ ഒരുങ്ങുമ്പോൾ അവർ നിന്നെ അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ നീ നിന്നെ തന്നെ തിരിച്ചറിയണം. അതിന് നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിയണം, മനസ്സിലാക്കണം. അതിന് നാം നമ്മെ തന്നെ വിവേചിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മെ തന്നെ വിവേചിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പാപത്തിന്റെ കറകളുണ്ടെങ്കിൽ, ശാപത്തിന്റെ കറകളുണ്ടെങ്കിൽ, അധികാര മോഹങ്ങളുണ്ടെങ്കിൽ, കസേരയുടെ എന്തെങ്കിലും തൂമ്പ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവയെല്ലാം നീ പുറത്ത് കുടഞ്ഞു കളയണം. പുറത്ത് കുടഞ്ഞു കളഞ്ഞിട്ട് നാം ദൈവത്തിന്റെ അധികാരത്തിലേക്ക് വരുമ്പോഴാണ് വിമോചന വർഷത്തിൽ 7 വർഷം വിമോചന വർഷം കൂടുമ്പോൾ അന്ന് സാഹചര്യത്തിന് നൽകി വാഗ്ദത്തം നമ്മുടെ പേരിൽ നിറവേറുള്ളൂ. ഹല്ലേലൂയ. പലരും ഇന്നത്തെ പോക്കെന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത ദുർഘടകത്തിലേക്കാണ്. പലരും പോയി ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് കൊണ്ട് ആരംഭിച്ച അനവധി ദാസന്മാർ ആത്മാവ് കൊണ്ട് ശുശ്രൂഷ ആരംഭിച്ചു, കർത്താവ് വിളിച്ചു, വേർതിരിച്ചു. അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശുദ്ധ ജീവിതം നയിച്ചു. ദൈവം വചനം കൊടുത്തു, വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു, വെളിപ്പാടുകൾ കൊടുത്തു, ദർശനങ്ങൾ കൊടുത്തു. അവരെ പേരും പ്രശസ്തി ഉള്ളവരായി ലോകത്തിന് മുമ്പിൽ എടുത്ത് ആമി കാണിച്ചു. അവർക്ക് എല്ലാം ദൈവം നൽകി. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു? അവരുടെ ഉള്ളിൽ അഹങ്കാരം കയറി നികളം കയറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ അധികാരം നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും അധികാരം നഷ്ടപ്പെട്ടിട്ടിപ്പം അധികാരമില്ലാത്ത പഴയ നിയമത്തിലെ ശൗലിനെ പോലെ പലരും ദൈവസഭയ്ക്കകത്ത് കേട്ടോ. ഹല്ലേലൂയ. സായിന്റെ രാജാവായി ഹല്ലേലൂയ ദൈവം ആദ്യ അഭിഷേകം ചെയ്തത് ശമൂവേലിനെ കൂടെ അഭിഷേകം ചെയ്തത് ശൗലിനെയാ. ശമൂവേലിനെ അനുസരിക്കാതെ വന്നതിനു കൂടി എന്ത് ചെയ്തു? ദൈവം അവന്റെ രാജ്യത്തെ നീക്കിക്കളഞ്ഞു. ശൗൽ പിന്നീട് 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചു നമ്മൾ കാണുന്നുണ്ട്. വചനം പഠിക്കുന്ന ഏകദേശം 2 വർഷം മാത്രമേ ശൗലിന്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 38 വർഷം അഭിഷേകമില്ലാതിരുന്നു. അവസാനത്തെ അവിടെ ഗതി എന്താ? സ്വന്തം കുന്തത്തെ ഇവൻ വരിക്കുക ചെയ്തത് എന്ന് പറഞ്ഞവർ ഇന്ന് പല ദൈവമക്കളും ദൈവദാസന്മാരും ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. എന്നാൽ ഇപ്പം ജഡത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. അഭിഷേകം വന്നത് അവർ അറിഞ്ഞിരുന്നു. ഇപ്പൊ അഭിഷേകം നഷ്ടപ്പെട്ടത് അവർ അറിഞ്ഞിട്ടില്ല. അവരും ചാടുകയും ഓടുകയും വിളിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും സ്വോത്രം പറയുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അഭിഷേകം ഇല്ലാത്തവരാണ്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണം കേട്ടോ. രക്തം ചെയ്യും. അതുകൊണ്ട് നാം നമ്മെ തന്നെ ഭരിക്കണം. അതുകൊണ്ടാണ് നീ അനേക ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. അത് ദൈവമക്കൾ അനേക ജാതികളെ ഭരിക്കണം. നമ്മളെ ആരും ഭരിക്കാൻ വരരുത്. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, ആദാം നഷ്ടപ്പെടുത്തിയ ഭരണത്തെ വീണ്ടും നിങ്ങൾക്ക് നൽകുവാനായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ആദമിനും ഹവ്വയിലും നഷ്ടപ്പെട്ടു പോയ ഭരണം സകലത്തെയും വാഴുവാനുള്ള അധികാരം തിരിച്ചു നൽകുവാൻ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. സാത്താനെ തോൽപ്പിച്ചു. അല്ലെങ്കിൽ കാൽവറിയിൽ അവന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. കാൽവറിയിൽ സാത്താന്റെ തലയെ തകർത്ത് ആദമിൽ നഷ്ടപ്പെട്ടു പോയി അധികാരത്തെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ആ അധികാരമായ ഭരണ ചുമതലയെ നീ നന്നായിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഭരണത്തെയും അധികാരത്തെയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കണം. നിങ്ങൾ ഭരണ ചുമതല ഏറ്റെടുക്കണം, അധികാരം ഏറ്റെടുക്കണം.
ലോകത്തിലല്ല കേട്ടോ, ദൈവസഭയുടെ അല്ലൊരു ഭരണ ചുമതല, അധികാരം നിങ്ങൾ ഏറ്റെടുക്കണം. അല്ലൊരു ആദ്യം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പ്രാപിക്കേണ്ടതാ. അല്ലൊരിയ അപ്പം ശരീരത്തിന്റെ ആവശ്യമായ ആഹാരം എന്ന് പറയുന്ന ഉണർവാണ്. ശരീരത്തിന്റെ ശരീരത്തിന് ആവശ്യമായ, ശരീരത്തിന്റെ ഉണർവായിരിക്കുന്ന ആഹാരം, വികാരം, ഇവയെല്ലാം സ്വാഭാവികമായി ഏർപ്പെട്ടതാ. അല്ലൊരിയ എന്നാൽ ഇവകൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുമ്പോൾ നിങ്ങളുടെ ആത്മജീവിതത്തിന് അത് തടസ്സമായി മാറും. നമ്മുടെ ശരീരത്തിന് ആഹാരം ആവശ്യമാണ്, വികാരം ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് ജന്മനാൽ നമ്മുടെ സൃഷ്ടിയിൽ തന്നെ ദൈവം വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇനി നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നില്ല എങ്കിൽ അമിതമായാൽ അല്ലേറിയ അത് നമ്മുടെ ആത്മജീവിതത്തെ തകർത്ത് കളയും. പ്രൈസലോ. പണ്ട് പഴമക്കാർ പറയാറുണ്ടല്ലോ, അല്ലയ്യ അമൃതും അധികമായാൽ വിഷമാകുമെന്ന്. അല്ലേ? അപ്പം നമുക്ക് ഒന്നും അധികമാകരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന യാതൊന്നും നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്. അശുദ്ധമായതൊന്നും നിന്റെ ഉള്ളിൽ വരരുത്. യാതൊരു ദുർമോഹങ്ങളും ദുർചിന്തകളും ദുരാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒന്നും നിന്റെ ജീവിതത്തിൽ വരരുത്. വിശുദ്ധിയെ കാത്തു നിൽക്കുന്നെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആദമിൽ നഷ്ടപ്പെട്ടു പോയ ഭരണത്തിന്റെ ചുമതല നമുക്ക് തിരിച്ചു തരുവാൻ യേശു കാൽവരിക്കുരിശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി സാത്താന്റെ തലയെ തകർത്തു. സ്തോത്രം. എന്നിട്ട് യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു എന്ന് ലൂക്കോസ് 10:19 വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അധികാരം എന്താണ് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ സാത്താന്റെ തല യേശു ഭൂമിയിൽ തകർത്തു. അപ്പൊ നമ്മുടെ ആത്മജീവിതത്തിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരം, ഉണർവ്, വികാരം ഇവയെല്ലാം സ്വാഭാവികമായി ഏർപ്പെട്ടതാണ്. എന്നാൽ ഇവയൊന്നും നിയന്ത്രണമില്ലാതെ പോകരുത്. അല്ലേ? ചിലർക്ക് ആഹാരത്തെക്കുറിച്ച് ഒരു നിയന്ത്രണമില്ല, ചിലർക്ക് തങ്ങളുടെ വികാരത്തെക്കുറിച്ച് ഒരു നിയന്ത്രണമില്ല. അത് ദൈവസഭയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അങ്ങനെ നിയന്ത്രണമില്ലാതെ പോയ പലരും അധികാരം നഷ്ടപ്പെട്ടെന്ന് സ്തോത്രം മുഴങ്ങുന്ന ചെമ്പോ കൈത്താളോ ഒക്കെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഒന്ന് നിന്ന് പോവുകയാണെന്നേ. അല്ലേ? അതുകൊണ്ട് നമ്മൾ നിയന്ത്രണം ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതം നിയന്ത്രണമില്ലാതെ പോകുമ്പോൾ നിങ്ങളുടെ ആത്മജീവിതത്തിന് അത് തടസ്സമായി മാറും. അല്ലേരിയ. മാത്രമല്ല, അമിത ഭക്ഷണത്തിന് അടിമപ്പെട്ടവർ തങ്ങളുടെ പല്ലുകൾ കൊണ്ട് തന്നെ തങ്ങളുടെ കല്ലറകളെ അല്ലേരിയ സ്തോത്രം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിതമായ ഭക്ഷണത്തിന് അടിമപ്പെട്ടു പോയവർ, അമിതമായി ഭക്ഷണം കഴിക്കുന്നവർ, അമിതമായി വികാരത്തിൽ നിൽക്കുന്നവർ തങ്ങളുടെ പല്ലുകൾ കൊണ്ട് തന്നെ, തങ്ങളുടെ ജഡം കൊണ്ട് തന്നെ തങ്ങൾക്ക് തന്നെ ശവക്കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക. രക്തം ചെയ്യും. നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേരിയ. നോക്കിക്കുക, നമ്മുടെ അമിതമായ ആഹാരം, അമിതമായി വികാരം, ഇതൊക്കെ എന്താ? നമ്മൾക്ക് തന്നെ ശവക്കുഴി കുഴിക്കുക. അല്ലേ? ദൈവികമല്ലതൊന്നും. ദൈവികം എന്ന് പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവം തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് സകലത്തെ അടക്കി വാഴുവാനുള്ള അധികാരത്തിന്റെ ഉടമയായി നിനക്ക് തന്ന ജീവിതത്തെ നീ പൂർത്തീകരിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, കുടുംബത്തിനകത്ത് നീ ഭരിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, നീ കുടുംബത്തിന്റെ നാഥനാണ്, കുടുംബത്തിന്റെ നാഥയാണ്. കുടുംബത്തെ നീ ഭരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിന്നെ തന്നെ നീ ഭരിക്കണം. നിന്നെ തന്നെ വിവേചിച്ചിട്ട് നിന്റെ കുടുംബത്തിന്റെ മക്കളെ ഭരിക്കണം. നിന്റെ കുടുംബത്തിന്റെ സഹോദരങ്ങളെ ഭരിക്കണം. നീ ഭർത്താവ് ഭാര്യ പരസ്പരം വിവേചിച്ചറിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ അധികാരം നിങ്ങൾ തിരിച്ചറിയണം. അപ്പനും അമ്മയും അവരെ തന്നെ വിവേചിച്ച് തങ്ങളുടെ മേൽ അല്ലെങ്കിൽ സ്വയം ഭരണം നടത്തിയിട്ട് വേണം മറ്റുള്ളവരെ ഭരിക്കുക. എങ്കിലും നിങ്ങളുടെ ഭരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ അനുസരിക്കാത്ത ഭർത്താവ്, നിയമത്തെ അനുസരിക്കാത്ത ആളുകൾ, സഭയെ അനുസരിക്കാത്തവർ, ഇടയൻ പറയുന്നൊക്കെ അനുസരിക്കാത്ത എത്രയോ പേരെ എല്ലാം മേഖലയിലും. അല്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നിങ്ങളെ ഭരിക്കാൻ അറിയാതെ പോയി. നിങ്ങളുടെ അമിതാഹാരവും നിങ്ങളുടെ വികാര നിയന്ത്രണമില്ലാതെ പോയതും നിങ്ങൾ ലോക മനുഷ്യനെ പോലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ദൈവ സാന്നിധ്യമാണ്. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവര്, ചിലർ തങ്ങളുടെ ആഹാരത്തിൽ ശരിയായി ക്രമീകരണം കാണിക്കും, എന്നാൽ പലഹാരങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കും. ചിലര്
വീട്ടിൽ വെക്കുന്ന ചോറും വേണ്ട, കറിയും വേണ്ട, ഒന്നും വേണ്ട. ഹല്ലേലൂയ. എന്നാൽ പലഹാരങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിന് വളരെ ആർത്തി കൊടുക്കും. നമ്മൾ ചിന്തിച്ച വചനം എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷെ ഞാൻ ആ ഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ആഹാരം കഴിച്ച ഉടനെ എന്തെങ്കിലും ഒരു മധുര പലഹാരം ചിലർക്ക് കഴിച്ചേ തീരുള്ളൂ. ചിലർക്ക് ആഹാരം കഴിച്ച ഉടനെ എന്തെങ്കിലും ഒരു മധുരം കഴിച്ചേ പറ്റുള്ളൂ. അത് ദുർസ്വഭാവമാണ്. ചില ദുർഗന്ധങ്ങളൊക്കെ അതൊക്കെ. അങ്ങനൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ട് മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ആഹാരം കഴിച്ച ഉടനെ അടുത്ത വീട്ടിൽ നിന്ന് മധുരം ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ദുർശീലങ്ങൾക്കിടയാകരുത്. ചിലർക്ക് പെട്ടെന്ന് അങ്ങനെ മധുരം കിട്ടിയേ പറ്റുള്ളൂ. വൈകുന്നേരങ്ങളിൽ ചിലർക്ക് കടയിലെ ആഹാരമേ പറ്റത്തുള്ളൂ. ചിലർക്ക് വീട്ടിലെ ആഹാരമേ വേണ്ട, കടയിൽ നിന്ന് മാത്രം മതി. അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ, ദൈവ സ്നേഹത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, കർത്താവിന്റെ വരവിനായി ഒരുങ്ങി നിൽക്കുക പ്രത്യാശയുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഈ വിമോചന വർഷത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളൊരു സഹാനുഭൂതി കാണിച്ചുകൊണ്ട് നിങ്ങളൊരു വിശുദ്ധനായി ജീവിക്കണം. പ്രൈസലോ. വിശുദ്ധൻ എന്ന് പറയുന്ന ആ പദം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ വിശുദ്ധി ഉണ്ടായിരിക്കണം. രക്താഞ്ജയം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, ചിലർ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് തെറ്റായ വ്യഭിചാരങ്ങൾ ചെയ്യാറുണ്ട്. മനുഷ്യൻ പല വിധത്തിലാണ് സുഖിക്കുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നത് 7 വർഷം കൂടുമ്പോൾ വിമോചന വർഷത്തിൽ മറ്റും സന്തോഷിക്കുന്നത്, സമാധാനിക്കുന്നത്, ആശ്വസിക്കുന്നത് ദൈവിക നിയമപ്രകാരം ചട്ടപ്രകാരമാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ മനുഷ്യ സന്തോഷത്തിന് വേണ്ടി തെറ്റായ വ്യഭിചാരത്തിൽ വരച്ചെന്ത് ചാടുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. വീണു പോകുന്നു. ഇപ്രകാരമുള്ളവരെ പ്രയോജനപ്പെടുത്താൻ കർത്താവിന് കഴിയില്ല. ഇങ്ങനെയുള്ളവരെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കർത്താവിന് കഴിയത്തില്ല. അമിതമായ ആഗ്രഹമുള്ളവൻ, അമിതമായ ആർത്തിയുള്ളവൻ, അമിതമായ അത്യാർത്തിയുള്ളവൻ, ലോകസുഖം തേടുന്നവൻ, ലോകത്തിന്റെ സുഖലോൽപങ്ങളിൽ വീണ് കിടക്കുന്നവൻ, ദൈവവചനം നിരസിക്കുന്നവൻ, കൽപ്പന നിരസിക്കുന്നവൻ, ദൈവിക വിശുദ്ധിയെ നിരസിക്കുന്നവനെ കർത്താവ് പ്രയോജനപ്പെടുത്തത്തില്ല. അല്ലേലൂയ. കർത്താവ് പ്രയോജനപ്പെടുത്തുന്നത് ദൈവ ഇഷ്ടത്തിന് നിൽക്കുന്നവരെയാ. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന 40 ലക്ഷത്തോളം വരുന്ന ജനമുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം 6 ലക്ഷം പുരുഷന്മാരുടെ ഭാര്യമാരും മക്കളും, വലിയൊരു സംവത്സര ജാതിയുടെ ഭാര്യമാരും മക്കളും, കുടാട്ടുമാട് കന്നുകാലികളും, പിന്നെ ലേവ്യ ജനങ്ങളും എല്ലാം കൂടെ വലിയ കൂട്ടം ജനമുണ്ട്. ഈ ജനത്തെ മുഴുവൻ നടത്തുവാൻ ദൈവം മോശി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വേർതിരിച്ചെങ്കിൽ ഓർത്തോണം, മോശയിലൂടെ ദൈവം എത്രമാത്രം വിശ്വസ്തത കണ്ടു, വിശുദ്ധി കണ്ടു. തല്ലിയ മോശയെ എത്രമാത്രം ദൈവം ശോധന ചെയ്തിട്ടാണ് മോശയെ ദൈവം തെരഞ്ഞെടുത്ത് ചിന്തിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശി എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ശക്തനായ ലീഡറായി മാറിയത്. എന്തുകൊണ്ടാണ്? മോശയെ പോലെ നമുക്ക് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പുതിയ നിയമസഭയ്ക്കും ദൈവം പുതിയ നിയമസഭയ്ക്ക് ലീഡേഴ്സിനെ വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ജനത്തെ നയിപ്പാൻ മോശയെ പോലെ ജനത്തെ നയിക്കുക സമർത്ഥരായിരിക്കണം. ഹല്ലേലൂയ. കുടുംബത്തെ ഭരിക്കുവാൻ നീ സമർത്ഥനായിരിക്കണം. ഹല്ലേലൂയ. ദേശത്തെ സഭയെ ഭരിക്കാൻ നീ സമർത്ഥനായിരിക്കും. ഇന്നത്തെ മാതാപിതാക്കൾ മക്കളെ വിളിച്ചാൽ ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ മക്കള് 7 കണ്ടം കടന്നു കഴിയാൻ നേരത്തിന്. ഹല്ലേലൂയ. വിളിച്ചാൽ പോലും ഇന്നത്തെ മക്കള് സഭയും വീട്ടിനകത്ത് അനങ്ങത്തില്ല. മാതാപിതാക്കൾ മൈക്ക് കെട്ടിവെച്ച് വിളിച്ചാൽ ഈ മക്കള് ഹല്ലേലൂയ മൊബൈലിൽ തോണ്ടി അവിടെ ഇരിക്കുന്നത് അനങ്ങത്ത് പോയില്ല. അനങ്ങാക്കുറ്റി പോലെ ചില ഈ ഗ്യാസൊക്കെ കൊണ്ട് സിലിണ്ടർ കുറ്റിയിൽ എന്ന് പറഞ്ഞവരങ്ങിയിരിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിനനക്കമില്ല. ഗ്യാസ് സിലിണ്ടർ കുറ്റി എവിടെയെങ്കിലും വെച്ചാൽ അങ്ങനെ തന്നെ അംഗീകരിക്കുക. അതന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇന്നത്തെ തലമുറ എങ്ങനെ എവിടെയെങ്കിലും കുത്തിപ്പിടിച്ച് തോട്ടിക്കൂടി ഇരുന്ന പിന്നെ ആമ്പടങ്ങ് അനങ്ങാപ്പാറ പോലെ ഇരിക്കും, മരക്കുറ്റി പോലെ. അങ്ങനെയല്ലേ? നിങ്ങളെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. പറയാതിരിക്കാൻ പറ്റത്തില്ലോ. പക്ഷെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ വേല തികയ്ക്കാനാണ്. നാം നമ്മെ തന്നെ ഭരിച്ച് വിശുദ്ധിയോടെ നിന്ന് കർത്താവിന്റെ വേല തികച്ച് നമ്മൾ നിത്യതയിൽ എത്തണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് യേശു വന്നത്.
യേശുക്രിസ്തു ഈ താണ ഭൂമിയിലേക്ക് വന്നത് ഈ ലോകം കാണാൻ വന്നതല്ല, ഈ ലോകസുഖം അനുഭവിക്കാൻ വന്നതല്ല, ഇവിടുത്തെ ജനത്തോടൊപ്പം ചുറ്റി സഞ്ചരിച്ച് നടക്കുവാൻ വേണ്ടി വന്നതല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഞാൻ ദൈവമാണെന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വന്നതല്ല യേശു വന്നത്. യേശു വന്നത് എന്താ? ആദാമ്യ വർഗത്തിൽ സംഭവിച്ചു പോയ പാപം, ആദാമിൽ നഷ്ടപ്പെട്ടു പോയ ഭരണം, അവർക്ക് സകലത്തെ വാഴുവാൻ കൊടുത്ത അധികാരം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ സാത്താൻ അടിമയായി മാറിയപ്പോൾ സാത്താൻ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ അതിന് പിടിപ്പിച്ച് മനുഷ്യന് ആദമിന് ഭൂമിയിലുണ്ടായിരുന്ന അധികാരം തിരിച്ചു തരാൻ വേണ്ടി അവൻ ദൈവരൂപത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് വന്നത്. ചിലക്ക് ചിന്തിക്കുന്ന യേശു ഇന്ന് ഇവിടത്തെ വെറുതെ വന്നതാണ്. അങ്ങനല്ല പ്രിയരെ, ആ യേശു വന്നതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്, അതിന് വ്യക്തമായ കാരണമുണ്ട്. അവൻ കാൽവരി ക്രൂശിൽ സാത്താന്റെ തലയെ തകർത്തു, പിശാചിന്റെ തലയെ തകർത്തിട്ട് നഷ്ടപ്പെട്ടു പോയി അധികാരത്തെ പ്രാപിക്കുവാൻ അധികാരം നമുക്ക് നൽകി നമ്മെ ഈ ഭൂമിയിലാക്കി വിചരിക്കുമ്പോൾ നമ്മുടെ അധികാരത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നമ്മുടെ അധികാരത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്യാതെ അധികാരത്തിനകത്ത് ഉറച്ചു നിൽക്കണം. രക്തം ചെയ്യും അല്ലേരിയ. പാപത്തിന്റെ കണികകൾ പോലും നമ്മുടെ ജീവിതത്തിൽ വരരുത്. പാപ സ്വഭാവത്തിൽ നീ വീഴരുത്, പാപ ജഡത്തിൽ നീ വസിക്കരുത്. ജഡം കൊണ്ടായിരിക്കുന്നതിന് ജീവിതം നീ ആത്മാവ് കൊണ്ട് ജീവിക്കണം. പലരും ഈ കാലം ജഡത്തിലാ ജീവിക്കുന്നത്. നമ്മൾ ജഡത്തില് വസിക്കുന്നത്, പക്ഷെ ജഡത്തിൽ നീ വസിക്കുന്നെങ്കിലും നീ ആത്മാവിലായിരിക്കണം ജീവിക്കുന്നത്. അങ്ങനെ ജഡത്തിൽ വസിക്കുമ്പോൾ നിനക്ക് ആത്മാവിൽ ജീവിക്കണമെങ്കിൽ അല്ലേരിയ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നീ വന്ന് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപസ്വഭാവങ്ങളെ നീ ഏറ്റുപറയണം. അല്ലേലൂയ. പാപസ്വഭാവങ്ങളെ ഏറ്റുകളഞ്ഞ് നിന്റെ ഹൃദയത്തിന്റെ മലിനതകളെ മുഴുവൻ നീ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി പാപത്തിൻ്റെതായ സകല അധികാരം നീ പുറത്തു വന്നിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, അവനെ നിന്റെ വീണ്ടെടുപ്പുകാരനെ സ്വീകരിക്കുമ്പോൾ, അവന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുമ്പോൾ, നീ അവന്റെ മകനായി മകളായി മാറിക്കഴിയുമ്പോൾ, യേശു നിന്റെ പിതാവായി തീരുമ്പോൾ, നിനക്ക് ഈ ഭൂമി നടക്കുവാൻ, നിന്നെ നടത്തുവാൻ, ആമേ സകലത്തെ കുറിച്ച് നിനക്ക് ബോധ്യം വരുത്തി തരുവാൻ, സകലത്തെക്കുറിച്ച് നിനക്ക് ആലോചന തരുവാൻ, സകല സത്യത്തിൽ നിന്നെ വഴി നടത്തുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകരും. രക്ഷിക്കപ്പെട്ട് വിശുദ്ധി നിൽക്കുന്നവനാ കേട്ടോ. അല്ലാതെ എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവില്ല. ഹല്ലേലൂയ. എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മേൽ മാത്രം, വിശുദ്ധി നിൽക്കുന്നവരുടെ മേൽ മാത്രമാണ് പരിശുദ്ധാത്മാവുള്ളത്. ഹല്ലേലൂയ. അശുദ്ധന്റെ മേൽ പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് പരിശുദ്ധ ആത്മാവാ, അത് അശുദ്ധന്മേൽ വസിക്കത്തില്ല എന്ന് തിരിച്ചറിയണം. അത് യേശു നമുക്ക് തന്നിരിക്കുന്ന അധികാരം. ഹല്ലേലൂയ. എന്താണ്? നീ അനേക ജാതികളെ ഭരിക്കും. ഹല്ലേലൂയ. എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. പ്രൈസ്. അത് ആ ഒരു ഉത്തരവാദിത്തത്തിന്റെ കടം, ആ ഉത്തരവാദിത്തമാണ് പ്രിയരെ നമുക്ക് ആവശ്യം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയി? നിങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി. നിങ്ങൾ ജീവിതം തുടങ്ങി വെച്ച് പരാജയപ്പെട്ടെന്ന് രണ്ട് മേഖലയിലായില്ലേ, രണ്ട് ധ്രുവങ്ങളിലായില്ലേ, ഭാര്യയും ഭർത്താവും രണ്ട് മേഖലകളിലായില്ലേ. കുടുംബത്തിനകത്ത് ഛിന്ന ഭിന്നമായ അനുഭവങ്ങളിലെ കുടുംബം കലങ്ങി മറിഞ്ഞു വരുന്ന കലക്കവെള്ളം പോലെ അല്ലേ നിന്റെ കുടുംബം? എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയിപ്പോയത്? നീ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ നീ ഇഷ്ടപ്രകാരം ജീവിച്ചപ്പോൾ സാത്താൻ നിന്റെ മേൽ ആധിപത്യം പുലർത്തി. ആധിപത്യം പുലർത്തി കഴിഞ്ഞപ്പോൾ നിനക്ക് ദൈവം തന്ന അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ദൈവം തന്ന അധികാരം നഷ്ടപ്പെട്ടു പോയ സ്വാഭാവിക നീ മടങ്ങി വരണം. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. അപ്പൊ നിങ്ങളെ ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഭരിക്കണം. മറ്റു പുറമെയുള്ള എല്ലാ ഭരണത്തെയും എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങളെ ആര് ഭരിക്കണം? ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഭരിക്കണം. പുറമേ നിന്നുള്ള എല്ലാ അധികാരത്തെയും നിങ്ങൾ എതിർത്ത് നിൽക്കണം. ചിലര് നിങ്ങളെ പ്രലോഭിപ്പിക്കും. നിങ്ങൾ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു, നിങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് മത്സരിച്ചു, കോർപ്പറേഷൻ മത്സരിച്ചു, ബ്ലോക്കിലേക്ക് മത്സരിച്ചു, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു, നിങ്ങൾ സംസ്ഥാനത്തിന്റെ നിയമസഭയിലേക്ക് മത്സരിച്ചു. മാത്രമല്ല നിങ്ങൾ വേണമെങ്കിൽ പാർലമെന്റ് MP വേണമെങ്കിൽ അയച്ചു, അല്ലെ രാജ്യസഭയിലേക്ക് മത്സരിച്ചു എന്നൊക്കെ പറയുന്നേ. അത് നിങ്ങളുടെ ആ പിശാചിന്റെ ഉപദേശം നിങ്ങൾ കേൾക്കരുത്. അത് യഥാർത്ഥത്തിൽ സാത്താന്റെ ഉപദേശമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ക്രിസ്തുവും പരിശുദ്ധാത്മാവും വേണം നമ്മെ നയിക്കാൻ.
അല്ലേ? ക്രിസ്തുവും പരിശുദ്ധാത്മാവുമാണ് നമ്മെ നയിക്കുന്നതും ഭരിക്കുന്നതെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അല്ലേ? വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ഞാൻ പറയാം. അല്ലേ? നമുക്കറിയാം കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം, ദൈവസഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേശകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തിയുള്ളവരും സഹായം ചെയ്യുന്നവരും പരിപാലന വിവിധ ഭാഷാവരും എന്നിവ നൽകുകയും ചെയ്തുവെന്ന് 1 കൊരിന്ത്യർ ലേഖനം 12-ന്റെ 28 കാണുന്നുണ്ട്. അപ്പോൾ തന്നെ എഫേസ്യ ലേഖനം 4-11 വായിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേശകന്മാരായി നിയമിച്ചു. അപ്പൊ ദൈവസഭയെ ഭരിക്കുവാൻ ദൈവം എന്ത് ചെയ്തു? 1-ാമത് അപ്പോസ്തലനെ, 2-ാമത് പ്രവാചകനെ, 3-ാമത് സുവിശേഷകനെ, 4-ാമത് ഇടയനെ, 5 ഉപദേഷ്ട, അങ്ങനെ വിവിധ നിലകളിൽ ദൈവസഭയെ ഭരിക്കുമ്പോൾ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അല്ലേ? നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട വിവിധ കൃപകളും വരങ്ങളെയും കുറിച്ചും ദൈവാത്മാവ് പറയുന്നു. അതുകൊണ്ട് ക്രിസ്തുവും പരിശുദ്ധാത്മാവും വേണം നിന്നെ ഭരിക്കാൻ. ലോകം നിന്നെ ഭരിക്കരുത്. നീ ലോകത്തെ ഭരിക്കാൻ പോകണ്ട. അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലോകത്തെ അല്ല ഭരിക്കേണ്ടത്. നിങ്ങൾ ലോക ഭരണത്തെ, നിങ്ങൾക്ക് പുറമെയുള്ള എല്ലാ ഭരണത്തെയും നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അല്ലേ? സഭയിൽ നിനക്കൊരു അപ്പോസ്തലത്വമുണ്ടോ? സഭയിൽ നിനക്കൊരു പ്രവാചക ശുശ്രൂഷയുണ്ട്? സഭയിൽ നീ ഒരു സുവിശേഷകനാണോ? നീ ഒരു ഇടയനാണോ? ഉപദേഷ്ടാവാണോ? നീ നിന്റെ സഭയെ ഭരിക്കണം, നിന്റെ വിശ്വാസികളെ ഭരിക്കണം. അല്ലേ? ലോകം നിന്നെ ഭരിക്കരുത്. പ്രേക്ഷകർ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ദർശനമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയെന്നേ. എവിടെ പോയെന്നല്ലേ വലിയ തുടങ്ങിയതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഇപ്പൊ എവിടേക്കോ എന്തൊക്കെയോ അങ്ങ് ചിന്ന ഭിന്നമായി കിടക്കുക. അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം അങ്ങനെ പറയുന്നത്, നീയോ ഏതൻ ഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയെ, നിനക്ക് വരും പൂർവാധിപത്യം, യെരൂശലേം പുത്രിമാരുടെ രാജ്യത്വം തന്നെ നിനക്ക് വരുമെന്ന് മീകാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അല്ലെങ്കിൽ 8-ാമത്തെ വാക്യം നമ്മൾ വായിച്ച് കാണുന്നുണ്ട്. അല്ലെ? മീകായുടെ പുസ്തകം 4-8 വായിക്കും. എന്താണ് ഇവിടെ നമുക്ക് കാണും? ഒരു സുവർണ കാലഘട്ടത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് പറയുകയാണ്. അല്ലേ? സ്തോത്രം. അല്ലേ? അനുഗ്രഹത്തിന്റെ ന്യായവിധിയുടെ ഒരു സന്ദേശം, ചിതറിപ്പോയിരിക്കുന്ന ഇസ്രായേൽ കൂട്ടിച്ചേർക്കപ്പെടുന്നതിനെയാണ് ഇവിടെ വായിച്ച വചനം എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, അല്ലേ? സ്തോത്രം. അല്ലേ? സ്തോത്രം. ഏതൻ ഗോപുരം എന്ന് പറയുന്നത് ആട്ടിൻകൂട്ടത്തിന്റെ ഗോപുരം എന്ന അർത്ഥത്തിലാണ്. ഇത് ബേത്ലഹേമിന് സമീപം ഉള്ള ഒരു സ്ഥലത്തിന്റെ ബേത്ലഹേമിന് സമീപമുള്ള ദാവീദിന്റെ ജന്മസ്ഥലമാണ്. അവിടെ ആടുകളുടെ കാവൽക്കാർക്ക് വേണ്ടി ഒരു ഗോപുരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അല്ലേ? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം വായിക്കും, ദൈവം യെരൂശലേമിൽ ദാവീദിന്റെ രാജ്യത്വം വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന പ്രവാചകൻ ഈ ഭാഗത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. അല്ലേ? അപ്പം പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഇസ്രായേൽ ജനത്തിന് അവരുടെ അധികാരം പുനഃസ്ഥാപിച്ചു കൊടുക്കുവാൻ, അവരെ തന്നെ ഭരിക്കുവാൻ, അവർ മറ്റുള്ളവരെ ഭരിക്കത്തക്ക നിലയിലേക്ക് ദൈവാത്മാവരെ നടത്തിക്കൊണ്ടുവരുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മെ തന്നെ ഭരിക്കണം. നാം ദൈവസഭയെ ഭരിക്കണം. ലോകത്തെ നാം ഭരിക്കണം. ലോകം നമ്മെ ഭരിക്കരുത്. പ്രൈസ്. അതാണ് ആവർത്തന പുസ്തകം നമ്മൾ വായിച്ചത്. നീ അനേക ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. പ്രൈസ്. നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് എവിടെയാണ് പാളിച്ച പറ്റിയത്? നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് എവിടെയാണ് തകർച്ച പറ്റിയത്? ഇന്ന് നിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് ആരാണ്? ഇന്ന് നീ ശരിയായ നിലയിൽ തിരിച്ചറിയണം. അല്ലേ? ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ച് ഇന്ന് ശത്രുവാണോ നിന്നെ ഭരിക്കുന്നത്? സാത്താനാണോ നിന്നെ ഭരിക്കുന്നതെന്ന് തിരിച്ചറിയണം. ഏതൻ പർദീസയിൽ ആദമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയ ഭരണ ചുമതല കാൽവരി ക്രൂശിലൂടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് പുനഃസ്ഥാപിച്ചു തരുമ്പോൾ, ആ കാൽവരി ക്രൂശിലൂടെ നമുക്ക് ആ ഭരണ ചുമതല പുനഃസ്ഥാപിച്ചെന്ന് സഭയ്ക്കകത്ത് ദൈവം ശുശ്രൂഷയ്ക്ക് 5 തരം ശുശ്രൂഷകളെ ഏൽപ്പിച്ച് നമ്മെ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുമ്പോൾ മരണം വരെ അതിൽ നിന്ന് മാറരുത്.
നമുക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരമായിരുന്നു. ഇപ്പൊ നമുക്ക് എന്തോ അധികാരമുള്ളത്. ഒന്ന് അപ്പോസ്തലത്തിന്റെ അധികാരം, 2 പ്രവചനത്തിന്റെ അധികാരം, 3 സുവിശേഷകന്റെ അധികാരം, 4 ഇടയന്റെ ഉപദേഷ്ടാവിന്റെ, അങ്ങനെ 5 തരം അധികാരത്തിനകത്ത് നീ ഉറച്ചു നിൽക്കണം. നീ ലോകത്തിലേക്ക് പോകരുത്. ലോകത്തിലേക്ക് നീ ഭരിക്കാൻ ഇറങ്ങണ്ട. ലോകത്തിലേക്ക് നീ ഭരിക്കാൻ ഇറങ്ങുന്നത്, ലോകക്കാരെ പോൽ നീ ലോകത്തെ ഭരിക്കാൻ ഇറങ്ങിയതിന്റെ കാരണം നിന്റെ ദർശനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. നിന്റെ വിളി നീ മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇപ്പൊ നീ ശേഷം മനുഷ്യനെ പോലും ചെട്ടികനായി പ്രാകൃതനായി മാറിയത് കൊണ്ട് ഇപ്പൊ നീ ലോകത്തെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ ഭരിക്കാൻ കഴിയാതെ നിന്നെ മറ്റുള്ളവർ അതുകൊണ്ടാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് നീ അനേക ജാതികളെ ഭരിക്കണം. അത് ദൈവസഭയ്ക്കകത്തും ദൈവമക്കളെ ആയിരിക്കട്ടെ, ദൈവമക്കളും പരസ്പരമായിരിക്കണം. ദൈവസഭയെ യഥാർത്ഥ നിലയിൽ ഭരിക്കുവാനുള്ള അധികാരം ദൈവസഭയ്ക്കാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കും, നിങ്ങളെ തന്നെ ഭരിക്കുവാൻ പഠിക്കണം. നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഭരിക്കുവാനുള്ള ചുമതല നിങ്ങളുടേതാണ്. നിങ്ങളെ തന്നെ ഭരിക്കണം. നിങ്ങളുടെ ഭാര്യയെ ഭരിക്കണം. നിങ്ങളുടെ ഭർത്താവിനെ ഭരിക്കണം. പരസ്പരം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഭരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ സഭയെ ഭരിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു എന്നാണ് 47-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 47-ാം സങ്കീർത്തനം 3-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഹല്ലേലൂയ. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു എന്ന് ഈ ഭക്തൻ പറയുക. എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വചനം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ സഭയുടെ വിജയ പ്രതീക്ഷയാണ് ഈ വാക്യത്തിൽ അവൻ നിഴലിച്ചു കാണുന്നത്. സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവജനം ലോക ജാതികളെ ഭരിക്കുമെന്നാണ്. ഇപ്പൊ നടക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മുടെ കർത്താവും കോടാനുകൂടി വിശുദ്ധന്മാരുമായി 1000 ആണ്ട് സഹസ്രവാഴ്ചയിൽ നാം ജാതികളെ ഭരിക്കും. ഹല്ലേലൂയ. നാം ജാതികളെ ഭരിക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുകയാണ്, സകല ശത്രുക്കളെയും അവരുടെ കാൽ കീഴാക്കി തരും. സകല ശത്രുക്കളും വിശുദ്ധന്മാരുടെ കാൽ കീഴാകും. ഹല്ലേലൂയ. മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു കാലത്ത് ജാതികൾ ദൈവജനത്തെ ഭരിച്ചതാണ്. ഈ കാലഘട്ടത്തിൽ ജാതികൾ ദൈവജനത്തെ ഭരിച്ചു. ജാതികൾ ദൈവമക്കൾ അടിമത്തം കൊണ്ടുവന്നു. ജാതികൾ ദൈവമക്കളെ നിർമൂലനാശം ചെയ്യുവാൻ വേണ്ടിയിട്ട് സകല ഭരണതന്ത്രങ്ങളും ഭരണ സംവിധാനങ്ങളും ഒന്നടങ്കം എഴുന്നേറ്റ് ജാതികൾ ഇന്ന് ദൈവമക്കളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളുടെ മേൽ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിൽ, വരാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവമക്കൾ എന്ത് ചെയ്യും? ജാതികളെ ഭരിക്കുമെന്നും. അതിനു വേണ്ടിയിട്ടാണ് നാം ഈ ഭൂമി ജീവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഭൂമി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ മോഹങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് നീ പുറത്തിറക്കി കളയണം. ഹല്ലേലൂയ. ലോകത്തിന്റെ ജഡിക സുഖങ്ങളിലൊന്നും നീ വഴുതി വീഴരുത്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ അസുലഭമായ ഈ നല്ല സമയത്തെ നാം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. നമ്മുടെ സമയം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ലോകത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ സമയം നമ്മെ പ്രയോജനപ്പെടുത്തുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി. 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടിയിലധികം ജനം പാപത്തെക്കുറിച്ച് യാതൊരു പരിജ്ഞാനവുമില്ലാതെ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാതെ, എബ്രായർ 12:4 വായിച്ചാൽ കാണാൻ കഴിയും. പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കാതെ, പാപത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാതെ, പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ ഈ ലോകത്തിൽ 800 കോടി ജനം സാത്താന്റെ ആധിപത്യത്തിൽ, സാത്താന്റെ ഭരണത്തിന് കീഴിൽ അവന്റെ അടിമയായി കഴിയുക. ഹല്ലേലൂയ. അങ്ങനെ പിശാചിന്റെ അടിമയായി കഴിയുന്ന ജനത്തെ ആ പിശാചിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് അവനെ ദൈവിക അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് അവന്റെ മേൽ അല്ലെങ്കിൽ നീ കർത്തൃത്വം നടത്തണം. അതിനാണ് നിന്നെ പ്രവാചകനായി, അപ്പോസ്തലനായി, ഇടയനായി, സുവിശേഷകനായി, ഉപദേഷ്ടാവായി ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ജാതികളല്ല നമ്മുടെ മേൽ ഭരിക്കരുത് കേട്ടോ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ രാജകീയ പ്രൗഢിയോടുകൂടി ഭരണം നടത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കണം. നിങ്ങൾക്ക് രാജകീയ പ്രൗഢിയോടുകൂടി നിങ്ങൾക്ക് ഭരണം നടത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. ഏതാ?
നിങ്ങൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലില്ല, നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ 2:9 വായിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർക്കും വിശുദ്ധ വംശവുമാകുന്നു. അത് നിന്നെ ദൈവം രാജകീയ പുരോഹിത വർഗമായി ദൈവം വേർതിരിച്ച് ഭൂമിയിലാക്കി വെച്ചത് സാത്താന്റെ നിയന്ത്രണത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിച്ചുകൊണ്ടെന്ന് രാജകീയ പുരോഹിത വർഗമായി നീ നിന്നുകൊണ്ട് അവന്റെ മേൽ നീ ഭരിക്കണം, അവനെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിനും ഭരണത്തിൻ കീഴിലും വരണം. ശലോമോന് ചെറിയ വയസ്സിൽ തന്നെ രാജകീയ അഭിഷേകം ദൈവം കൊടുത്തു. ശലോമോന് ചെറിയ പ്രായത്തിൽ രാജകീയ അഭിഷേകം കൊടുത്തു. ആ അഭിഷേകത്തിന്റെ ഫലമായി ജനങ്ങൾ രാജാവിന് ബഹുമാനവും സ്ഥാനമാനങ്ങളും കൊടുത്തിരുന്നു. ശലോമോൻ ആ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. ശലോമോൻ രാജാവിന്റെ കീഴിൽ അനുഭവമുള്ള പല മന്ത്രിമാരും സൈന്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവർ ശലോമോന് കീഴടങ്ങിയിരുന്നു. കണ്ടോ? ഓർത്ത്, ശലോമോന്റെ ചെറുപ്രായത്തിലാണ് ദൈവം രാജകീയ അഭിഷേകം കൊടുക്കുന്നത്. ആ രാജകീയ അഭിഷേകം ഏറ്റെടുത്ത ശലോമോന്റെ കീഴിൽ ശലോമോനേക്കാൾ പ്രായമായിരിക്കുന്ന, ഉന്നതരായിരിക്കുന്ന, ശ്രേഷ്ഠന്മാരായിരിക്കുന്ന സ്തോത്രം വലിയ മന്ത്രിമാരും സൈന്യമൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ ചെറിയ ബാലനായിരിക്കുന്ന ശലോമോന് ഈ മന്ത്രിമാരും സൈന്യങ്ങളും ജനങ്ങളും കീഴ്പ്പെട്ടിരുന്നു. കാരണം ശലോമോൻ അവരെ ഭരിച്ചു. എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ദൈവം ഒരു രാജകീയ അഭിഷേകം പകർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, ദൈവം നിനക്ക് തന്നിരിക്കുന്ന രാജകീയ അഭിഷേകമുണ്ടല്ലോ, ആ രാജകീയ അഭിഷേകത്തിൽ നീ യഥാർത്ഥത്തിൽ നിൽക്കുകയാണെങ്കിൽ, ആ അഭിഷേകത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ എല്ലാ മന്ത്രിമാരും എല്ലാ സൈനികളും അവർ നിനക്ക് കീഴ്പ്പെടുക തന്നെ ചെയ്യും. അതാണ് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തുവാനും മഹിമാസന അവകാശമായി നൽകുവാനും തന്നെയെന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 2:8 ഹല്ലേലൂയ ഒരു പ്രവചനം കാണാൻ കഴിയും. ഹന്നയുടെ ഹല്ലേലൂയ. എന്താണ് സ്തോത്രം? എന്താണ്? അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി. അത് നമ്മെ സ്തോത്രം, നമ്മളെ സ്തോത്രം അല്ലേ പൊടിയിൽ നിന്ന് ഉയർപ്പിച്ച് കുപ്പയിൽ നിന്ന് ഉയർത്തി ഈ രാജകീയ അഭിഷേകം തന്ന് ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് നാം ദൈവസഭയെ ഭരിക്കാൻ വേണ്ടിയാ, ജാതികളെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന ജനത്തെ വിടുവിച്ചു കൊണ്ടിരുവാൻ ദൈവം നിന്റെ മേൽ ശക്തമായ അഭിഷേകത്തെ പകർന്നുണ്ട്. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആവർത്തന പുസ്തകമാണ് 15-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യമാണല്ലോ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേക ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. കണ്ണുകളുടെ ചാട്ട്. അത് നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി നീ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറണം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ 800 കോടി ജനത്തിനായി സകല രാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ ഭരണാധിപന്മാരെയും, മതത്തിന്റെ നേതാക്കന്മാർ, ഭരണത്തിലായിരിക്കും എല്ലാ ക്രമസമാധാന പാലകരും, എല്ലാ സൈന്യത്തെയും, ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാഗ്നിരാവൃത്തരും അശന്ന യാച ഓഫണ ചോട്ടലും തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും അങ്ങനെ പുണ്യകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സകല ജനങ്ങളും മടങ്ങിയൊരു ശലോമോന്റെ ചെറുപ്രായത്തിൽ രാജകീയ അഭിഷേകം പകർന്ന ശലോമോന്റെ എല്ലാ മന്ത്രിമാരും സൈന്യവും അവനെ അനുസരിച്ചതുപോലെ ഈ നാളുകളിൽ കർത്താവ് ഞങ്ങൾക്ക് രാജകീയ അഭിഷേകം തന്ന് ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ ലോകം മുഴുവൻ പാപത്തിലേക്ക് വീടുകൂടിയും ജനത്തെ നയിക്കുവാൻ, നടത്തുവാൻ, അവരെ ഭരിക്കുവാൻ അഭിഷേകത്തിൽ ദൈവമക്കൾ ഉറച്ചതെന്ന് അവർ ക്രിസ്ത്യ ജീവിതം കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ ജനത്തെ ഒരുക്കണമേ. പാപത്തിന്റെ വശീകരണത്തിൽ വീട് പോകാതെ ആദമിലും ഔവയിലും അധികാരം നഷ്ടപ്പെട്ടത് കർത്താവ് യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളിൽ പുനഃസ്ഥാപിച്ചു തരുമ്പോൾ അന്ത്യത്തോടെ അതിനെ കാത്തു നിൽപ്പാൻ ദൈവമക്കളെ ദൈവദാസന്മാരെ ഒരുക്കണമേ. കേരളത്തിൽ ലോക രാജ്യമുള്ള എല്ലാ ദൈവമക്കളെ ദൈവദാസന്മാരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ആരും അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതെ, ലോകപ്രകാരം ഇറങ്ങിപ്പോകാതെ, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാതെ ദൈവോത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽപ്പാൻ എല്ലാ ദൈവമക്കളും ഒരുക്കണമേ. സകലമുഖത്ത് ഒരുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.